ഹായ് ഓൾ, ഇന്നത്തെ എൻ്റെ വീഡിയോ വെറൈറ്റി ആയിട്ടുള്ളൊരു സാലഡിൻ്റെ റെസിപ്പിയാണ്. ഇത് വീട്ടിലൊരു പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈസിയുമാണ് വെറൈറ്റിയുമാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് കൂടുതൽ ഉപയോഗിക്കുന്നത് ഫ്രൂട്ട്സാണ്, വെജിറ്റബിൾസും കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനാദ്യം സാലഡ് ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ഞാനിവിടെ ഉപയോഗിച്ചത്. അതുപോലെ മയണൈസ് 3 ടേബിൾ സ്പൂൺ. ഇതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ ഫ്രൂട്ട്സോ വെജിറ്റബിൾസൊക്കെ കൂടുതൽ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കൂട്ടാം. പിന്നെ ഞാൻ എടുത്തത് കണ്ടൻസ്ഡ് മിൽക്ക്. ഇതൊരു മധുരമുള്ളൊരു സാലഡാണ്. അത് കണ്ടൻസ്ഡ് മിൽക്ക് 3 ടേബിൾ സ്പൂണാണ് ഉപയോഗിച്ചത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ ഉപയോഗിച്ചത് ഗ്രീനും ബ്ലാക്കും ഗ്രേപ്സ്, അതുപോലെ ചെറുതാക്കി നുറുക്കിയ ആപ്പിള്, പിന്നെ ചെറുതാക്കി നുറുക്കിയ ക്യാപ്സിക്കം, പിന്നെ പൈനാപ്പിൾ ചോപ്പ് ചെയ്തത്, അതുപോലെ ബോയിൽഡ് ക്യാരറ്റ്, അതും ചെറുതാക്കി നുറുക്കിയതായിരുന്നു. പിന്നെ ബോയിൽഡ് പാസ്ത. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കൂടുതൽ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. അനാറ് അല്ലെങ്കിൽ പപ്പായ അതുപോലത്തെ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. അതുപോലെ ബോയിൽഡ് പൊട്ടാറ്റോ ആഡ് ചെയ്യാം. എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ സാലഡ് റെഡിയായി. അപ്പോൾ നമുക്കിത് ഒന്ന് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം. താങ്ക്